മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നമ്മുടെ മേയർക്ക്, ഡെപ്യൂട്ടി മേയർക്ക്, അതേപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനും കൂടി ഒരു കത്ത് അയച്ചിരിക്കുന്നു. അതിന്റെ പൂർണ്ണ പരിഭാഷയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ വായിച്ച് കേൾപ്പിക്കുന്നത്. ഈ ഒരു കത്തിൽ വളരെ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്, കേരള ചരിത്രത്തിൽ തങ്കലിപികളാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ വിജയത്തെ എഴുതി ചേർക്കപ്പെടും എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം എടുത്തുയർത്തുന്നുണ്ട്. അതേപോലെ തന്നെ UDF LDF അവർ നടത്തിയിട്ടുള്ള BJP പ്രവർത്തകർക്ക് നേരെ നടത്തിയിട്ടുള്ള ക്രൂരതകളെ കുറിച്ച് കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇന്നലകളിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളുടെ ത്യാഗമാണ് ഈ അധികാരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി എത്തിയത് എന്നത് ഉൾപ്പെടെയാണ് ആ കത്തിൽ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഞാൻ അതിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം, പൂർണ്ണമായിട്ടുള്ള പരിഭാഷ. ശ്രീ VV രാജേഷ് ജി, നമസ്കാരം. ഈ കത്ത് നിങ്ങൾക്ക് ആരോഗ്യം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉത്സവ സീസണിന്റെ മധ്യത്തിലും 2026 വർഷം ആരംഭിക്കുമ്പോഴും തിരുവനന്തപുരം നഗരത്തിന്റെ മേയറായി നിങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ശ്രീമതി GS ആശാനാഥ് ജി ഡെപ്യൂട്ടി മേയറായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ മഹത്തായ നഗരമായ തിരുവനന്തപുരം ചരിത്രം സൃഷ്ടിച്ചു. ഇതിനായി നിങ്ങളെയും ആശാജിയെയും അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിലെ ചരിത്രപരമായ പ്രകടനത്തിന് നമ്മുടെ പാർട്ടിയുടെ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ കൗൺസിലർമാരെയും കാര്യകർത്താക്കളെയും അഭിനന്ദിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ മലയാളിയുടെയും മനസ്സിൽ അഭിമാനകരമായ ഒരു സ്ഥലമായ തിരുവനന്തപുരം സന്ദർശിച്ചതിന്റെ ഓർമ്മകൾ എനിക്കുണ്ട്. ശ്രീ പത്മനാഭ സ്വാമി അനുഗ്രഹിച്ച നഗരമാണിത്. കേരളത്തിന്റെ തലസ്ഥാനമാണിത്. ഇരുത്തമത വന്ന ചിന്താഗതിക്കാരായ നേതാക്കളെയും സാമൂഹിക പരിഷ്കർത്താക്കളെയും കലാകാരന്മാരെയും സംഗീതജ്ഞരെയും കവികളെയും സാംസ്കാരിക ഭീമന്മാരെയും സന്യാസിമാരെയും ഒരു വികസിത തിരുവനന്തപുരം നിർമ്മിക്കാനുള്ള ഞങ്ങളുടെ ദർശനം നഗരത്തിലുടനീളമുള്ള സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകളെ ആകർഷിച്ചു. കേന്ദ്രത്തിലെ ഞങ്ങളുടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളും വിവിധ സംസ്ഥാനങ്ങളിലെ നഗരവികസനത്തിനായുള്ള ഞങ്ങളുടെ ശ്രമങ്ങളും ആളുകൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഞങ്ങളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചത്. ഈ നഗരത്തിലെ ജനങ്ങളുടെ ഊഷ്മളതയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. ഈ നേട്ടം വളരെയധികം സന്തോഷവും അഭിമാനവും കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലുടനീളമുള്ള എണ്ണമറ്റ BJP പ്രവർത്തകരുടെ പേരിൽ ഞാൻ സംസാരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തിരുവനന്തപുരത്തെ ജനങ്ങളുടെ അനുഗ്രഹത്താൽ ശക്തി പ്രാപിച്ച യുഗത്തിന്റെ തുടക്കമാണ് ഇത്. സുവർണ ലിപികളിൽ എഴുതിയ ഒരു നായികക്കല്ലാണ്. പതിറ്റാണ്ടുകളായി കേരളത്തിലെ BJP പ്രവർത്തകർ ദുഷ്കരമായ ഒരു പാതയിലൂടെ സഞ്ചരിച്ചു. LDF-ഉം UDF-ഉം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയത്തെ ഭരിക്കുന്നു. അവരുടെ മോശം ഭരണരേഖ എല്ലാവർക്കും കാണാൻ കഴിയും. കൂടാതെ ഈ മുന്നണികൾ കേരളത്തിന്റെ ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ അഴിമതിയുടെയും ക്രൂരമായ അക്രമത്തിന്റെയും ഒരു സംസ്കാരം നിലനിർത്തിയിട്ടുണ്ട്. എന്നിട്ടും പ്രതികൂല സാഹചര്യങ്ങൾ, ശത്രുത, ക്രൂരമായ ആക്രമം എന്നിവ ഉണ്ടായിരുന്നിട്ടും ഞങ്ങളുടെ പ്രവർത്തകർ ഉറച്ചു നിന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവർ നിർഭയമായി ഉയർത്തി. പാർട്ടി പതാകയും ഇന്ത്യ ആദ്യമെന്ന പ്രത്യയശാസ്ത്രവും ധൈര്യത്തോടെ വഹിച്ചു. സംസാരിക്കാൻ വലിയ വില നൽകേണ്ടി വന്നപ്പോഴും അവർ ജനങ്ങളുടെ അഭിലാഷങ്ങൾക്കായി സംസാരിച്ചു. അവരിൽ പലരും ഇന്ന് നമ്മുടെ ഇടയിൽ ഇല്ല. പക്ഷെ അവരുടെ അനുഗ്രഹങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേരള തലസ്ഥാനത്ത് നമ്മുടെ പാർട്ടിയുടെ വിജയം സംസ്ഥാനത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് യുവാക്കളും സ്ത്രീകളും ഒരു പുതിയ പ്രഭാതത്തിന് തയ്യാറാണെന്ന് സൂചിപ്പിക്കുന്നു. ഒഴിവാക്കലില്ലാത്ത ദേശീയത, അഴിമതിയില്ലാത്ത വികസനം, പ്രീണനമില്ലാത്ത ഭരണം എന്നിവയിൽ വേരൂന്നിയ ജനങ്ങളുടെ ഓപ്ഷനായി BJP NDA ഉയർന്നു വരുന്നു. ഡൽഹിയിൽ സുഹൃത്തുക്കളും കേരളത്തിൽ എതിരാളികളും എന്ന LDF-ന്റെയും UDF-ന്റെയും നിശ്ചിത മത്സരം ഉടൻ അവസാനിക്കാൻ പോകുന്നു. അവരുടെ വാഗ്ദാനങ്ങളുടെ ലംഘനത്തിൽ നിന്ന് മോചനം നേടാൻ കേരളം ആഗ്രഹിക്കുന്നു. നിസ്വാർത്ഥ സേവനം എപ്പോഴും ദൈവത്തിന്റെ അനുഗ്രഹം നേടുമെന്ന് ശ്രീനാരായണ ഗുരു വിശ്വസിച്ചു.
നമ്മൾ ചെയ്യുന്നതെന്തും മറ്റുള്ളവരുടെ നന്മയെ വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം വിശ്വസിച്ചു. ദരിദ്രരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും പരിപാലിക്കേണ്ടതിന്റെ ആവശ്യകത മഹാത്മാ അയ്യങ്കാളി ഊന്നി പറഞ്ഞു. മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ ലഘൂകരിക്കുന്നതിനെ കുറിച്ചും സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിനെ കുറിച്ചും ശ്രീ മന്നത്ത് പത്മനാഭൻ സംസാരിച്ചു. നിങ്ങളും നിങ്ങളുടെ സംഘവും ഈ മഹത്തായ തത്വങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നഗരത്തെ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സേവിക്കുമെന്നും ജനങ്ങൾക്ക് ജീവിതം എളുപ്പമാക്കൽ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. വിനയം, കാരുണ്യം, നിർണായകത എന്നിവയോടെ നിങ്ങളും സംഘവും നല്ല ഭരണം നൽകട്ടെ. നിങ്ങളുടെ നരേന്ദ്രമോദി. ഇത് കേരളത്തിലെ സകല BJP പ്രവർത്തകരും നിർബന്ധമായിട്ട് കേൾക്കേണ്ടതാണ്. അവരൊക്കെ വിശ്വസിക്കുന്ന ഒരു നേതാവ് ഏതൊരു വിജയം വരുമ്പോൾ അത് രാജ്യത്തിന്റെ 140 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഒരു നഗരസഭയുടെ വിജയത്തെ പോലും വളരെ 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 പ്രാധാന്യത്തോടുകൂടി എടുത്തുയർത്തുന്നു. മാത്രമല്ല കേരളത്തിലെ സകല BJP പ്രവർത്തകർക്ക് വേണ്ടി അദ്ദേഹം സംസാരിക്കുക. ഇന്നലകളിൽ പ്രസ്ഥാനത്തിന് വേണ്ടി മരണം പോലും സംഭവിച്ച ആളുകളെ എടുത്ത് ഓർമ്മിപ്പിക്കുക. പ്രാണത്യാഗം ചെയ്തവരെ കുറിച്ച് കൃത്യമായിട്ട് എടുത്തുയർത്തുക. കൃത്യമായിട്ട് തിരുവനന്തപുരത്തെ മേയറെ ഓർമ്മിപ്പിക്കുക. ഇന്നലകളിൽ ഇതിന് കഷ്ടപ്പെട്ട് മുന്നോട്ട് പോയവർ ഒരുപക്ഷെ ഇതൊന്നും കാണാൻ പോലും ഉണ്ടാവില്ല എന്ന, അവരൊന്നും ജീവിച്ചു ഇരിപ്പില്ലാത്ത ആളുകൾ പോലും നിങ്ങളുടെ ഈ നേട്ടത്തിലേക്ക് എത്തിയതിൽ ഒരുപാട് അധ്വാനിച്ചു എന്ന് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരു കത്തയച്ചറിയിക്കുക. ഇത് അദ്ദേഹം ആദ്യമായിട്ട് ചെയ്യുന്നതല്ല. 2014 നമ്മുടെ കേരളത്തില് ഒരു MP പോലും വിജയിക്കാത്ത സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് എത്തിയ സമയത്ത് 2014 അദ്ദേഹം പാർട്ടി ആസ്ഥാനത്ത് ന്യൂഡൽഹിയില് സംസാരിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് വിളിച്ചു പറയുന്നുണ്ട്, കേരളത്തിൽ പ്രാണത്യാഗം ചെയ്ത സംഘപരിവാറുകാരായിട്ടുള്ള 100 കണക്കിന് ആളുകളുണ്ട്. അവരുടെയും പ്രാണത്യാഗത്തിന്റെ ഫലം കൂടിയാണ് നമ്മൾ ഇത് ഇവിടെ അധികാരത്തിലേക്ക് എത്തിയത് എന്ന് അതിവൈകാരികമായിട്ട് 2014 തന്നെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹം കേരളത്തെ വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന ഒരു നേതാവാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യ അദ്ദേഹം കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തുമെന്ന് അതൊന്നും ഒരു തർക്കമില്ലാത്ത വിഷയമാണ് കേട്ടോ. മോദി വിരുദ്ധരോട് കൂടിയായി പറയുന്നത് ഒരു തർക്കമില്ലാത്ത വിഷയം കൂടിയാണ്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തും. അത് വളരെ വ്യക്തമാണ്. അതെന്തുകൊണ്ട് ഇത്ര ഉറപ്പിൽ പറയുന്നു എന്നതിന്റെ ഉത്തരവും വളരെ ലളിത. നരേന്ദ്രമോദി എന്ന ആ ഒരു മനുഷ്യനെ, നമ്മുടെ പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തെ കൃത്യമായിട്ട് അദ്ദേഹം എങ്ങനെ സഞ്ചരിക്കുന്നു എന്ന് ആരൊന്ന് അതിന്റെ പിന്നാലെ ഒന്ന് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കൂ രാജ്യത്ത് എന്താ സംഭവിക്കാൻ പോകുന്നത് എന്ന്. അത് കൃത്യമായിട്ട് അദ്ദേഹം ഓരോ കാര്യങ്ങൾ നടക്കുന്നതിനും ഒരുപാട് മുമ്പേ തന്നെ അത് പ്രഖ്യാപിക്കാറുണ്ട്. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലെത്തും എന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. അത് അധികാരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും. അതിന്റെ ആദ്യപടിയാ. മറ്റൊരു നേതാവിനും ഇവിടെ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, അതേപോലെ തന്നെ ഒരുപാട് പാർട്ടികൾ നമ്മുടെ രാജ്യത്തുണ്ട്. ഇവരൊക്കെ തന്നെ ഒരു പഞ്ചായത്തിലോ നഗരസഭയിലോ എവിടെയെങ്കിലും ഒന്ന് അധികാരത്തിലെത്തിയാൽ അവരുടെ പ്രവർത്തകരെ കുറിച്ച് പോലും ഓർക്കാറില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ തന്നെ വളരെ വലിയ രീതിയിൽ വ്യത്യസ്തനാണ് ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന ലോകം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്. ഏറ്റവും ശക്ത, ലോകത്ത് തന്നെ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ശക്തനായിട്ടുള്ളൊരു നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം വെറുതെ അല്ല, ലോകത്ത് തന്നെ എണ്ണപ്പെട്ട നേതാവായി മാറുന്നത്. അദ്ദേഹം ഇതുപോലെ താഴെ തട്ടിലുള്ള ആളെ പോലും ഓർത്തെടുത്ത് അതിന്റെ ഓർമ്മകളെ കുറിച്ച് വിളിച്ചു പറയും. ഇത് തന്നെ കണ്ടില്ല, എത്ര സുന്ദരമാണ് ഈ കത്തൊക്കെ. ഇതൊക്കെ പാർട്ടി ഭേദമന്യേ കേരളത്തിലെ പൊതുസമൂഹം കൂടി തിരിച്ചറിയണോ. ഇത് സകല ആളുകൾ, അതായത് സകല പാർട്ടികളിലെയും ആളുകൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണോ. തങ്ങൾ പാർട്ടിയിലെ നേതാക്കന്മാർ എങ്ങനെയാ പോകുന്നത് എന്നൊക്കെ. ഇതൊക്കെ തന്നെ സകല ആളുകളും തിരിച്ചറിയാ. തിരുവനന്തപുരത്തെ മേയറൊക്കെ ഇത്ര ശക്തമായിട്ട് നിലപാടെടുക്കുന്നത് ആ മനുഷ്യരുണ്ട്. എന്ത് സംഭവിച്ചു കൈപിടിക്കാൻ എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് എന്നുള്ളതൊക്കെ ഓർത്തിട്ട് വേണം തിരുവനന്തപുരത്തെ മേയറൊക്കെ പിന്നാലെ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്നുള്ളതൊന്നും ഞാനൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ.